നമ്മളിന്ന് കാളിമലയിൽ പോവാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു SRDK ഫാമിലി. അത് നമ്മളിന്ന് കാളിമലയിൽ പോവാണ് അല്ലേ? അവിടെ മെയ് 8-ന് ഉത്സവം തുടങ്ങി. അപ്പം നമ്മളിതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോണേ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. നല്ല സീനറിയും കാര്യങ്ങളെന്നൊക്കെയാണ് അവരോട് പറയണേ. അപ്പം നമ്മൾ തൊഴാൻ വേണ്ടി പോവുകയാണ്. നമുക്കവിടെ പോയിട്ട് ബാക്കി കാണാം. കാളിമലയിൽ രണ്ട് രീതിയിൽ പോവാം. ഒന്ന് 10 കാണി വഴി കയറാം, പിന്നെ ഇപ്പോഴത്തെ 6 കാണിയിൽ നിന്ന് വലത്തോട്ട് റോഡുണ്ട്, ആ വഴിയും പോകാം. നമ്മൾ 6 കാണി വഴിയാണ് പോയത്. അവിടെ നല്ല വ്യൂ ആണ്. പോയ സ്ഥലം വരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 3500 അടി മേളിലാണ് ആണ് ഈ പ്ലേസ് വരുന്നത്. അത് നിരപ്പ് വരെ എന്നൊരു സ്ഥലമുണ്ട്, അതുവരെ കാറ് പോവും. ബാക്കി ഇതാണ് കാളിമല സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്, നിരപ്പ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൈകുന്നേരം 5 മണി വരെ കയറാവുന്നു. ഉത്സവ സമയമാണ്ട് ഒക്കെ എപ്പോഴും വേണമെങ്കിലും കയറാം, കാരണം മുകളിലാളുണ്ട്. ജീപ്പൊക്കെ പോവാം അവിടെ. പക്ഷെ നമ്മൾ കാൽനടയായിട്ടാണ് നടക്കാൻ തീരുമാനിച്ചത്. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. അങ്ങനെ നമ്മളും പിള്ളേരായിട്ടെല്ലാം നടക്കാൻ തീരുമാനിച്ചു, നടക്കുന്നു. എനിക്ക് അതിശയം തോന്നിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്? നമുക്ക് ആലോചിക്കാൻ പേടിയാണ്. കാരണം ഈ ഇത്തിരി നടക്കാനുണ്ട്, ഇവിടെ നിന്ന് വണ്ടി വരില്ല, അങ്ങനെയാന്തോ. പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് പാറകളുണ്ട്. ഈ പണ്ട് കാലത്ത് ഈ മാർത്താണ്ഡവർമ്മ ഒളവിൽ താമസിച്ചൊരു പാറ ഇവിടെ ഉണ്ട്, ഗുഹയുണ്ട് ഇവിടെ എന്ന് പറയപ്പെടുന്നു. പിന്നെ ഒരു കാളി തീർത്ഥം, ഇതൊക്കെ ഒരു നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു മലയാണ് കാളിമല. നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും വരണം, കാരണം അത്രയും നല്ല ഒരു ദൈവിക ഭാവമുള്ള ഒരു പരിസര അന്തരീക്ഷമാണ് ഇവിടെ ആൾറെഡി മൊത്തത്തിലുള്ളത്. ഗൈസ്, ഇത് നമ്മൾ പോണ വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് എന്നാണെങ്കിൽ പറയാം. അതിമനോഹരമായ കാഴ്ചകളാണ്, ഒരു രക്ഷയില്ല. മല കയറാൻ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടൊരു വാളിയിരിക്കണത്. നിനക്ക് എന്തിനു കൊണ്ടുവന്നാന്ന് ധരിച്ചേ? നൈസ് പ്ലേസ്, സൂപ്പർ സ്ഥലം. കാളിമല എന്ന് പറയുന്നത് ഒരു തവണയെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. കിട്ടില്ല സ്ഥലം, ഒരുപാട് കാണാം, ഒരുപാടുണ്ട് വ്യൂ പോയിന്റ്. നമുക്ക് എല്ലാം കാണാം, സൂപ്പർ. കേട്ടാ ഇവിടെ എല്ലാവരും വിളിച്ചത് സീനറീസ്. കുറച്ച് എത്ര കിലോമീറ്റർ? ഒരു 1.5 കിലോമീറ്റർ ഓഫ് റോഡാണ്. നമുക്ക് വണ്ടി ഏകദേശം കുറച്ച് താഴെയായിട്ട് വന്ന് നിൽക്കുക. അവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു ഓഫ് റോഡാണ്, കല്ല് പാകിയ തറയാണ്. ഇവിടെ കൂടി ജീപ്പൊക്കെ കൂടുതലും പോകത്തുള്ളൂ. ബൈക്കിൽ വരുന്നവർക്കൊക്കെ എളുപ്പമാണ്, ബൈക്കിൽ പോവാം. കാറൊക്കെ താഴെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് വേണം കയറിയാലേ. ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട്, വന്നിരിക്കേണ്ട ഒരു നല്ല സ്ഥലമാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടും പിന്നെ ചേട്ടൻ്റെ റിലേറ്റീവ് കൂടി ഉണ്ട്. ആ ചേട്ടൻ കയറിപ്പോയി, ഞങ്ങൾ കുറച്ച് പുറകിലോട്ടായിപ്പോയി. ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാളിമല ടെമ്പിളെത്തും. ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം. അയ്യാ, കൊക്കയാണ്, കൊക്ക.
പിന്നെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടാങ്ക് കെട്ടിയിട്ടിട്ടുണ്ട് ഒരു വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ടാങ്കാണോ ചോദിച്ചപ്പോൾ ടാങ്കല്ല, അത് കിണറാണ്, കിണർ വെട്ടിയതാണ്. ഈ പാറപ്പുറത്ത് എങ്ങനെ കിണർ വെട്ടി വെള്ളം കണ്ടെന്നറിയില്ല. നല്ല കിടിലൻ വെള്ളമാണ്, സൂപ്പർ. നല്ല തണുപ്പ്. ഇതൊക്കെ നെട്ടയുടെ ഭാഗമായിട്ടുള്ള നെട്ട ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. കണ്ട ഡാമിൽ തന്നെ വെള്ളത്തിൽ ഐലൻഡ് പോലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ. നമ്മൾ എത്താറായി, ഇനി കുറച്ചുകൂടി ഉള്ളൂ. ഇനി ഒരു വളവ് കൂടിയുണ്ട്. പൊങ്കാലയുടെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വാങ്ങാൻ കിട്ടും. കലം, പൊങ്കാല കിറ്റ്, വിറക് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ആരും ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവിയാണ്. തൊട്ടപ്പുറത്ത് മാറി വേറെ 2-3 ചെറിയ കാവ് പോലെയുണ്ട്. ഇവിടെ ചിത്ര പൗർണമി നാളിലാണ് പൊങ്കാല ഉത്സവ സമയം. അതുപോയിട്ട് തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ അഗസ്ത്യ മുനിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. അഗസ്ത്യ മുനിയുടെ കാൽപാദവും പിന്നെ ഒരു ചെറിയ പാമ്പിൻ്റെ കല്ല് കൊത്തി വെച്ചൊരു രൂപമൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കതൊന്നും കാണാൻ പറ്റില്ല നേരെ. നമ്മൾ അഗസ്ത്യ മുനിയുടെ ശില്പമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ വ്യൂ എന്ന് പറയുന്നത് വളരെയധികം കിടിലമാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോകേണ്ടതാണ്. ഇത് തൊട്ടപ്പുറത്തുള്ളൊരു ക്ഷേത്രമാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്. ഞങ്ങൾ കരുതി ഇവിടെ വലിയ ആളും തിരക്കൊന്നും കാണത്തില്ലെന്നാണ് കരുതിയത്. പക്ഷെ നല്ല ഉത്സവ സമയത്ത് നല്ല ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊങ്കാലയിടാൻ വരുന്നവരും പൂജ കൊടുത്തിട്ട് പൂജ ചെയ്യാൻ വരുന്നവരും അങ്ങനെ ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്കും. ഇതിപ്പോൾ കണ്ട ക്ഷേത്രത്തിൽ നിന്ന് വേറൊരു കാവിലോട്ട് പോകുന്ന വഴിയാണ്. മലയുടെ നടുവിലൂടെ ഉള്ള ഒരു നേരെയുള്ളൊരു പാത, മരങ്ങൾക്കിടയിലൂടെ ഉള്ളത്. അപ്പോൾ അതുവഴി നമ്മൾ നേരെ ചെല്ലുന്ന വേറൊരു കാവിലോട്ടാണ്. ആ കാണുന്നത് ഒന്ന് മാതാമലയും ഒന്ന് നമ്മുടെ കുരിശുമലയാണ്. കുരിശുമല എന്ന് പറയുന്നത് ആദ്യം കാണുന്ന മലയാണ്. ഈ മലയിൽ കാളിമലയിൽ നിന്ന് തന്നെ കുരിശുമലയിലോട്ട് പോകാനുള്ള വഴിയുണ്ട്. ഇതാ ഈ കാണുന്ന വഴി അങ്ങോട്ടുള്ള വഴിയാണ്, കുരിശുമലയിലോട്ടുള്ള. സീസൺ സമയത്ത് കുരിശുമലയിൽ നിന്ന് കാളിമലയിലോട്ട് കയറ്റി വിടത്തില്ല. പക്ഷെ അല്ലാത്തപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ കാണുന്നതാണ് മറ്റൊരു കാവ്. ഇവിടെ ഈ
ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ ചെറിയൊരു ഏറുമാടം പോലെ എന്തോ ഒരു സംഭവം കെട്ടുന്നുണ്ടായിരുന്നു. തൊട്ടിപ്പുറത്തായിട്ട് ഈ പനയോല വെച്ചിട്ട് ഒരു ചെറിയൊരു കൂടാരം പോലെയൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു. ആ കാണുന്നത് ഏറുമാടമാണ്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ആചാരം, എന്തോ ഒരു ചടങ്ങാണ്. ഇവിടെ മാർത്താണ്ഡവർമ്മ പണ്ട് ഒളിച്ചിരിക്കാനെങ്ങാണ്ട് വന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഒരു ഗുഹ കൂടി ഉണ്ട് കാണാനായിട്ട്. ഞങ്ങൾ അധികം അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ അവിടെ ആ കാവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്തത്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ്. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കണം. അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലർ വന്നവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം പൊങ്കാല കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ആൾക്കാരുമുണ്ട്. ഇതാണ് അഗസ്ത്യമുനിയുടെ ചെറിയൊരു പ്രതിഷ്ഠ. ഇതുപോലുള്ള ജീപ്പാണ് ഇവിടെ കൂടുതലും മുകളിൽ പോവുകയും താഴെയും വരികയും ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ജീപ്പ് പിടിച്ച് പോകാം, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ജീപ്പ് പിടിച്ച് പോകാം. അവർ അത്ര റിസ്ക് എടുത്തിട്ടാണ് ആ വഴി കൂടി പോകുന്നതും വരുന്നതൊക്കെ. മുകളിൽ സാധനങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനെല്ലാം ഈ ജീപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ച് സ്പോട്ടിലെത്തി.